ചാനൽ ചർച്ചയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചർച്ചയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സൗഹൃദത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. ഒരു വണ്ടിയിലാണ്, കാരണം അന്ന് ചാനൽ ഇതേപോലെ ഒരുപാട് വണ്ടികളൊന്നുമില്ല, ഒരു വണ്ടിയാണ്, ഒരു വണ്ടിയിൽ ഓരോ സ്ഥലത്ത് ഇറക്കുകയാണ്. അപ്പം നമ്മൾ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വണ്ടി എന്ന് പറയുക. അത് കുറച്ച് രസകരമായിട്ട് പറയും. ഒന്ന് വി മുരളീധരൻ പറഞ്ഞ പരാമർശം, ആ പരാമർശം ആദ്യമായിട്ട് പറയുന്നത് വി മുരളീധരനല്ല, ആ പരാമർശം ആദ്യമായിട്ട് പറയുന്നത് മുഹമ്മദ് റിയാസും സിദ്ദീഖും. വയനാടാകെ ഒലിച്ചു പോയിട്ടില്ല, ഒരു 3 വാർഡാണ് ഒലിച്ചു പോയത്. ഈ പറയുന്ന ആളുകളോട് തിരിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കറന്നൂർ ജില്ല കൂടി വന്നിട്ടുണ്ടല്ലോ, അതിനാരുടെയും സഹായം ആവശ്യമില്ലല്ലോ, ഇവരെന്താ അത് കൊടുക്കാത്തത്? ഗവൺമെൻറ് ഈ ദുരന്തമുണ്ടായ ശേഷം സംസ്ഥാന ഗവൺമെൻറ് എന്ത് പ്രവർത്തനമാണ് വയനാട്ടിൽ ചെയ്തിട്ടുള്ളത്? സുരേഷ് ഗോപി ഒരു പക്ക BJP കാരനല്ലല്ലോ. നിങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ പ്രകൃതം അറിയാമല്ലോ. അങ്ങനെ പെട്ടെന്ന് മെരുങ്ങാത്ത ഒരാളാണ് സുരേഷ് ഗോപി ആരോടും. അതുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ പോലും ഒറ്റയനാവുന്നത്. എന്താണ് കൊടകരയിൽ അഴിമതി എന്നാണ് ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്. കൊടകരയിൽ ആ പണം BJPക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രി ഒരു ലീവ് എടുത്തായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ടോ? എല്ലാ പ്രധാനമന്ത്രിമാരെയും അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി സമയം എല്ലാ പ്രധാനമന്ത്രിമാരും കണ്ടെത്താറുണ്ട്. KG മാരാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പിണറായി വിജയനും VD സതീശൻ അവരൊക്കെ ആയിട്ടും അങ്ങനെ ഒരു വ്യക്തിപരമായ സൗഹൃദം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രവർത്തിക്കുമ്പം ഒരു പക്ഷേ ഇപ്പം യുവമോർച്ചയുടെയൊക്കെ ഘട്ടത്തിൽ അവരെ അന്ന് സമാനമായിട്ട് മറ്റൊരു പ്രാദേശിക നേതാക്കളായിട്ടൊക്കെ കണ്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ. ആ ബന്ധം അങ്ങനെ തുടർന്ന് വന്ന സൗഹൃദങ്ങളും ഉണ്ടോ? പിന്നെ ഇഷ്ടംമാതിരി ധാരാളം നല്ല സൗഹൃദങ്ങൾ അങ്ങനെ തുടർന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, പണ്ട് നമ്മളൊരു 10-15 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചർച്ചയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സൗഹൃദത്തോടു കൂടിയാണ് തിരിച്ചു പോരുന്നത്. ഒരു വണ്ടിയിലാണ്, കാരണം അന്ന് ചാനൽ ഇതേപോലെ ഒരുപാട് വണ്ടികളൊന്നുമില്ല, ഒരു വണ്ടിയാണ്, ഒരു വണ്ടിയിൽ ഓരോ സ്ഥലത്ത് ഇറക്കുകയാണ്. അപ്പം നമ്മൾ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വണ്ടി എന്ന് പറയുക. അത് കുറച്ച് രസകരമായിട്ട് പറയും. നല്ല സൗഹൃദമാണ്, ഒരുമിച്ചാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരെ വീട്ടിനടുത്താണെങ്കിൽ ഒന്ന് വീട്ടിലിറങ്ങി ഒരു ചായ കുടിച്ച് പോകാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഞാൻ ഇറങ്ങിയിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു മാനുഷികത ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് അതുണ്ടാവണം. അത് ഇപ്പോൾ എനിക്കത് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു ആളോടും വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരാളല്ല. ഞാൻ എല്ലാ വേദിയിലും പോയി സംസാരിക്കാറുണ്ട്, എന്നെ എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സമയത്ത്, ഒരു വേദിയിൽ പോകുന്ന സമയത്ത് എൻ്റെ നിലപാട് ഞാൻ പറയും. അതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പക്ഷേ ആ നിലപാട് അത് പറഞ്ഞ് കഴിയുന്നതോടുകൂടി തീരുന്നതാണ്. പിന്നെ ഉള്ളത് വ്യക്തിപരമായ സൗഹൃദമാണ്. അതുകൂടി ചേർത്ത് പറയാം. ഇപ്പം പൊതുവേദികളാണെങ്കിലും ടെലിവിഷൻ ചർച്ചകളാണെങ്കിലും നമ്മളൊരു 2 പതിറ്റാണ്ട് മേളിൽ കാണുന്നുണ്ട് ശ്രീ MT രമേശിനെ. എവിടെയും ഈ പറയുന്ന ഈ ഭാഷ അതിരുവിട്ട ഭാഷയിലേക്ക് പോയിട്ട് കാണാറില്ല. പക്ഷേ ഒരു പോരുകോഴികൾ നിൽക്കുന്നത് പോലെ, ഈ പറഞ്ഞ വാടാ പോലെ ഒരു ഹിംസാത്മക സ്വഭാവത്തിൽ ചർച്ച നടത്തുന്ന താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളടക്കം കാണാറുണ്ട്, മിക്ക രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തരം ആരോഗ്യകരമായ ഇതും അട്ടിമറിച്ചാണല്ലോ പോകുന്നത്. ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് BJPയുടെ സൈഡിൽ നിന്ന് BJPക്ക് ശരിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പെരുമാറ്റച്ചട്ടം ടെലിവിഷൻ ചർച്ചകളിൽ ഇങ്ങനെയായിരിക്കണം പറയാറുണ്ട്. പക്ഷേ എന്താ പറ്റുമെന്ന് വെച്ചാൽ, ഇത് ചില ആളുകൾ, അപ്പുറത്തുള്ള ആളുകൾ ഇങ്ങനെയാകുന്ന സമയത്ത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അംഗീകരിക്കപ്പെടുള്ളൂ എന്നുള്ള തോന്നലാണ്. പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അയാളെ തകർത്തു, ഇയാളെ തകർത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് റീലൊക്കെ വരുമല്ലോ. പക്ഷെ ഞാൻ നമ്മുടെ പാർട്ടിയിൽ എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, അവരെ കൈയടിക്ക് വേണ്ടിയിട്ടല്ല. അവർ ഓൾറെഡി നമ്മുടെ നിലപാടുകാരാണ്. അതിനപ്പുറത്ത് നമ്മുടെ നിലപാട് സ്വീകരിക്കാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. അവരിലേക്കൊരാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവരുടെ മനസ്സിൽ അയ്യേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചർച്ച കൊണ്ടെന്താ പ്രയോജനം? അപ്പോൾ എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ വെള്ളം ചേർത്ത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം, തീക്ഷ്ണമായിട്ടും പറയണം. പക്ഷേ അതൊരു ശത്രുവിനെ ചീത്ത വിളിക്കും പോലെ ആവരുത്. ഞാനെല്ലാവരോടും നമ്മുടെ ആൾക്കാരോട് പറയാറുണ്ട്, അത് അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണം. ഞാൻ വെച്ചാൽ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇപ്പോഴങ്ങനെയാണ്, എല്ലാവരും പറയണമെന്നുള്ള. എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും
അതുകൊണ്ടിപ്പോൾ നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറത്തിരിക്കുന്ന ആൾ പറയുമ്പോൾ നമ്മൾ അതേ നിലവാരത്തിൽ നമ്മൾ പറയണ്ടേ, നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അത് കേരളത്തിൽ നിലവാര തകർച്ച പേഴ്സണലി ഫീൽ ചെയ്യുന്നു. പക്ഷേ ഞാൻ നാഷണൽ മീഡിയ കാണാറുണ്ട്, ഇതുണ്ടാവാറില്ല. നാഷണൽ മീഡിയയിൽ ഇതുണ്ടാവാറില്ല. സത്യത്തിൽ നാഷണൽ മീഡിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊവോക്കേറ്റീവാണ്, ഭയങ്കര പ്രൊവോക്കേറ്റീവാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഭാഷ ഒരിക്കലും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഭാഷ ഉപയോഗിക്കണമെന്ന് അപ്പം അവർ സോറി പറയും. കേരളത്തിലൊന്നുമില്ല. കേരളത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞെടുത്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന് അത് ഒട്ടും ഗുണകരമായിട്ടുള്ളൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാവരും ചർച്ചകൾ പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും പാലിക്കേണ്ട ചില പഥ്യങ്ങളാണ്. ഈ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു വയനാട്ടിൽ നമ്മൾ കണ്ടത്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ അടുത്ത് വന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാവായ ശ്രീ വി മുരളീധരൻ്റെ, ഇത് 3 പഞ്ചായത്തിൻ്റെ മാത്രമല്ലേ എന്നുള്ളൊരു സംഗതി. അതിനു മുമ്പ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ചതാണ്. പക്ഷേ കേരളം അർഹിക്കുന്ന തരത്തിലുള്ളൊരു സഹായം, നേരത്തെയും കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ വലിയ പരാതികളുണ്ട്. എന്നുവെച്ചാൽ BJP കേരളത്തിലെ BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ BJP ഇത്ര അഫെക്ഷനേറ്റായിട്ട് പരിഗണിക്കുമ്പോൾ അവിടുത്തെ ജനതയോട് ആ പരിഗണനയില്ലേ എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. അല്ല, അതൊന്ന് രണ്ട് തരത്തിൽ നമുക്ക് അറിയാം. ഒന്ന്, വി മുരളീധരൻ പറഞ്ഞ പരാമർശം, ആ പരാമർശം ആദ്യമായിട്ട് പറയുന്നത് വി മുരളീധരനല്ല. ആ പരാമർശം ആദ്യമായിട്ട് പറയുന്നത് മുഹമ്മദ് റിയാസും സിദ്ദീഖുമാണ്. മുഹമ്മദ് റിയാസും സിദ്ദീഖും കൂടി അവിടുത്തെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നത് ഈ ദുരന്തം വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ഒരു 3 വാർഡുകളിൽ മാത്രമാണ് ഈ ദുരന്തമുള്ളത്. വയനാട് മുഴുവൻ ദുരന്തം ഉണ്ടായി എന്നുള്ള പ്രതീതി ഉണ്ടാക്കരുത്, 3 വാർഡുകളിലേ ഉള്ളൂ എന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവരതാണ്. രണ്ടാമത്, ഇവിടുന്ന് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് അയച്ചിട്ടുള്ള അവരുടെ നിവേദനത്തിലും സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് 3 വാർഡുകളാണുള്ളത്. ഈ ഒരു പശ്ചാത്തലമാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യം വി മുരളീധരനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേശീയ ദുരന്തം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ശരിയാകും, ഒരു നാടാകെ ഒലിച്ചു പോയില്ലേ, വയനാടാകെ ഒലിച്ചു പോയില്ലേ? ആ പെർട്ടിക്കുലർ ചോദ്യത്തിനാണ് വി മുരളീധരൻ പറയുന്നത് വയനാടാകെ ഒലിച്ചു പോയിട്ടില്ല, ഒരു 3 വാർഡാണ് ഒലിച്ചു പോയത്. അത് ചെറുതെന്നർത്ഥത്തിലല്ല, അത് അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ്. അത് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് പറയുമ്പോൾ ആർക്ക് പ്രതിഷേധമൊന്നുമില്ലല്ലോ. ഈ ഭാഷാപ്രയോഗം ആ ചോദ്യത്തിന് മറുപടി, വയനാടാകെ ഒലിച്ചു പോയി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് വയനാടാകെ ഒലിച്ചു പോയിട്ടില്ല. വയനാട് ജില്ല ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ, ആ 3 വാർഡുകൾ മുഴുവനായിട്ട് ഒലിച്ചു പോയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അത് മുരളീധരൻ പറഞ്ഞതുകൊണ്ട് മോശവും യാസ് പറഞ്ഞത് നല്ലതും എന്നെങ്ങനെ പറയുന്നത് കാരണം അതൊരു ഫാക്റ്റാണ്. ആര് പറഞ്ഞാലും അതൊരു ഫാക്റ്റാണ്. കാരണം ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ പറയും ഒരു നാടാകെ ഒലിച്ചു പോയി. അതിപ്പോൾ അതിൻ്റെ അർത്ഥം വയനാടാകെ ഒലിച്ചു പോയി എന്നല്ല. വയനാട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്ത് 3 വാർഡാണ്. അപ്പോൾ അതിൻ്റെ സ്പിരിറ്റ് അത് പിന്നെ പർപ്പസ്ഫുള്ളി അങ്ങനെ ആക്കി തീർക്കാനുള്ള ശ്രമമാണ്. അതിപ്പോൾ അതിനുശേഷം 2 വീഡിയോ വന്നതോടുകൂടി എല്ലാവർക്കും കാര്യം ബുദ്ധിയായി. ഇവരെ നിവേദനം വന്നു. കേന്ദ്ര സഹായം എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒന്ന്, ഈ ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. പ്രധാനമന്ത്രി വരണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് പണം കൊടുക്കാൻ നിയമപരമായ ചില മാർഗ്ഗങ്ങളിപ്പോൾ UPA ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ദേശീയ ദുരന്തം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അത് വെറുതെ പറയുകയാണ്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ദേശീയ ദുരന്തമൊന്നുമില്ല. ആകെയുള്ളത് ലെവൽ 1 ലെവൽ 2 ലെവൽ 3 ലെവൽ. അത് ബാധിക്കുന്ന ജനതയെ ആശ്രയിച്ചാണ്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തം ഒരു സംസ്ഥാനത്തെ എത്ര ശതമാനം ആളുകളെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളതിൻ്റെ ലെവൽ നിശ്ചയിക്കുക. ഗ്രാവിറ്റി കണക്കാക്കിക്കൊണ്ട് മാത്രം. ചിലപ്പോൾ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ടാകും. ഗ്രാവിറ്റി കണക്കാക്കിക്കൊണ്ട് മാത്രമല്ല എത്ര ജനങ്ങളെ അത് ബാധിക്കുന്നു. 3.5 കോടി 3.25 കോടികളുടെ കേരളത്തിൽ എത്ര ശതമാനം ആളുകളെ ഒരു ദുരന്തം ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അതിൻ്റെ ലെവൽ നിശ്ചയിക്കുക. അപ്പം അങ്ങനെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ഗവൺമെൻറ് എപ്പോഴും സാങ്കേതികത ഗവൺമെൻറ് പ്രധാനപ്പെട്ടതാണല്ലോ, അങ്ങനെയുണ്ട്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ദുരന്തം കൈകാര്യം ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്.
സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയാണ് ദുരന്തം കൈകാര്യം ചെയ്യേണ്ടത്? ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തെന്ന് വെച്ചാൽ 2 ഗഡു അഡ്വാൻസായി കൊടുത്തു. 2 ഗഡു അഡ്വാൻസായി കൊടുത്തു. ഓൾറെഡി ഇപ്പോൾ കയ്യിലുള്ള പണമുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 800 ചില്ലാൻ കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ആ പണമാണ് ആദ്യം ചെലവഴിക്കേണ്ടത്. ആ പണം ചെലവഴിക്കാതെ കൂടുതൽ പണം ആവശ്യപ്പെട്ടാൽ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത് ചെലവഴിക്കാത്തത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ അതിനുശേഷം റവന്യൂ വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളോട് അങ്ങനെ കേന്ദ്രം പറഞ്ഞിട്ടില്ല. കേന്ദ്രം പറയേണ്ട ആവശ്യമില്ല. കേന്ദ്രം ഡിസംബർ മാസത്തിലെ തുക അഡ്വാൻസ് ആയിട്ട് ഒക്ടോബർ കൊടുക്കുമ്പോൾ അത് അണ്ടർസ്റ്റുഡാണ്. നിങ്ങൾ ഈ പണം ഇന്നതിന് ചെലവഴിച്ചു എന്ന് പറയുന്ന രീതി കേന്ദ്രത്തിനില്ല. അങ്ങനെ പറയാറില്ല. കാരണം അത് സംസ്ഥാനം കൊടുത്താൽ സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത് എന്തിന് പ്രയോറിറ്റി എന്താണ് അവർ തീരുമാനിക്കേണ്ടത്. പക്ഷേ അഡ്വാൻസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ പ്രശ്നം വന്ന സമയത്ത്, ഹൈക്കോടതി കേസ് വന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് സത്യാഗ്രഹത്തിൽ ഈ കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ആ പണം സംസ്ഥാന സർക്കാരിന് വയനാട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉപയോഗിച്ചില്ല. അങ്ങനെ ദുരന്ത നിവാരണ ഫണ്ടിലൂടെ മാത്രമേ കേന്ദ്ര സർക്കാർ പണം കൊടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ചെയ്യാൻ സാധിക്കുക പാക്കേജാണ്. ആ പാക്കേജ് ആണെങ്കിൽ അതിനൊരു ഒരു വേറെ പരിശ്രമം ഉണ്ടാവണം. വേറെ പരിശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാർ ഒരു രൂപരേഖ സമർപ്പിക്കണം. സംസ്ഥാന സർക്കാർ നഷ്ടത്തിൻ്റെ കണക്ക് പോലും കൊടുത്തത് 13-ാം തീയതിയാണ്. ഏത്? നവംബർ മാസം 13-ാം തീയതിയാണ് കൃത്യമായിട്ടുള്ള കണക്കിൻ്റെ ലിസ്റ്റ് പോലും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കൊടുത്തത്. അപ്പം നവംബർ 13 എന്ന് പറയുന്നത് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് ടെക്നിക്കൽ വിദഗ്ധ സമിതി പരിശോധിച്ച് അതിൽ എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളതിനെക്കുറിച്ച് ഇനി തീരുമാനമെടുക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ സംസ്ഥാന സർക്കാർ നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ അവരെന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കാൻ വൈകിയെന്ന് എനിക്കറിയില്ല. നേരത്തെ കൊടുത്ത ഇവർ നിവേദനം കൊടുത്തിട്ട് കാര്യമില്ല. കണക്കെടുപ്പ് പൂർത്തിയാക്കി, എന്താണ് ഇവിടെ പ്ലാൻ എന്ന് പൂർത്തിയാക്കി, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അത് ഇപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കേന്ദ്ര ഗവൺമെൻറ് പരിശോധിച്ച് അതിൻ്റെ എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ സാധിക്കും, ഗവൺമെൻറ്റിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ആ സാധിക്കുന്നതിന് കൊടുക്കാം. ഈ പറയുന്ന ആളുകളോട് തിരിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 600 ചില്ലാൻ കോടി വന്നിട്ടുണ്ടല്ലോ. അതിന് ആരുടെയും സഹായം ആവശ്യമില്ലല്ലോ. ഇവരെന്താ അത് കൊടുക്കാത്തത്? അത് ചെയ്യാമല്ലോ. ഗവൺമെൻറ് ഈ ദുരന്തമുണ്ടായ ശേഷം സംസ്ഥാന ഗവൺമെൻറ് എന്ത് പ്രവർത്തനമാണ് വയനാട്ടിൽ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഇന്ന പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ തീർന്നു, ഇനി കേന്ദ്രം തന്നാലേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം. ഇത് 2000 ചില്ലാൻ കോടി വേണം എന്ന് വെറുതെ പറഞ്ഞാൽ അങ്ങനെ ഒരു സർക്കാരിന് കൊടുക്കാൻ സാധിക്കുമോ? സർക്കാരിന് നിയമപരമായിട്ടല്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതുകൊണ്ട് ഇവർ നിയമപ്രകാരം കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തോടും കേന്ദ്ര ഗവൺമെൻറ് വിവേചനപരമായിട്ട് പെരുമാറിയിട്ടില്ല. രാഷ്ട്രീയമായിട്ട് നമ്മൾ പലതും പറയുമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ പൈസ എന്ന് പറയുന്നത് BJPയുടെ പൈസയില്ലല്ലോ. സർക്കാരിൻ്റെ പൈസ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും പൈസയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പണം കൊടുക്കുമ്പോൾ വിവേചനരഹിതമായിട്ട് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്, സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ അതിന് ചില നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് വയനാട്ടിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വയനാട്ടിൽ ഞങ്ങൾ പിടിച്ചിരുന്നത്. വയനാട് ഞങ്ങൾക്ക് എന്താ വോട്ട് കാര്യമായിട്ട് കുറയാത്തത്? LDFനാണല്ലോ കുറഞ്ഞത്. ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ എഫക്റ്റഡ് മേഖലയിലൊക്കെ വീടാന്തര കയറിയിറങ്ങി ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക BJP പാർലമെൻറ്റ് അംഗമാണ് സുരേഷ് ഗോപി. നമ്മൾ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന രീതിയാണെങ്കിലും ഈ പൊതുസമൂഹത്തിലേക്ക് സുരേഷ് ഗോപിയുടെ ഒരു പ്രതിച്ഛായ വരുന്നതാണെങ്കിലും അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിത്വം പോലെയാണ്. അല്ലെങ്കിൽ BJPയുടെ ഒരു കേഡർ സിസ്റ്റത്തിനകത്തുള്ള ഒരാളല്ലാതെ ഒരു നമ്മളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വതന്ത്ര വ്യക്തി എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ടും BJP വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ പാലക്കാട് അടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അവരുടെ ഒരു സക്സസ്ഫുൾ ഫേസ് ആയിട്ട് കൂടി പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. BJPക്ക് ഈ പറഞ്ഞ ഒരു നിലയ്ക്കും വഴങ്ങാത്ത ഒരാളായിട്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നുണ്ടോ? സുരേഷ് ഗോപി എങ്ങനെയാണ് BJP കാണുന്നത്? അതിൻ്റെ വിജയവും അതിൻ്റെ തുടർച്ചയിലുള്ള മീഡിയ ഇടപെടലും. അങ്ങനെ വഴങ്ങാത്ത ആളൊന്നുമല്ല. സുരേഷ് ഗോപി ഒരു പക്ക BJPക്കാരനല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഉദാഹരണം തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനവും പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാർട്ടി, അത് വരുന്നത് എല്ലാ ജില്ലകളും അദ്ദേഹം യാത്ര ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർ അറിയാതെ അദ്ദേഹം ഒരു ജില്ലയിലും പോകാറില്ല. അദ്ദേഹത്തെ പ്രോഗ്രാം എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പോകുന്ന സമയത്ത് പാർട്ടി പരിപാടി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഞാനോ സുരേന്ദ്രനെ പോലെ ഒരു 100% BJP രാഷ്ട്രീയക്കാരനല്ല സുരേഷ് ഗോപി.
അദ്ദേഹത്തിന് അതിനപ്പുറത്ത് കുറേ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് BJP പരിപാടിയിലേ പങ്കെടുക്കാവൂ എന്നൊന്നും നമുക്ക് സുരേഷ് ഗോപിയോട് നിഷ്കർഷിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമാ ഫീൽഡ് ധാരാളം മേഖലയുണ്ട്, അദ്ദേഹത്തിൻ്റെ സേവന മേഖലയുണ്ട്, അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റുണ്ട്, ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ പരമാവധി ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ പ്രകൃതം അറിയാമല്ലോ, അങ്ങനെ പെട്ടെന്ന് മെരുങ്ങാത്ത ഒരാളാണ് സുരേഷ് ഗോപി ആരോടും. അതുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ പോലും ഒറ്റയനാവുന്നത്. അദ്ദേഹം സിനിമയിലെ ഈ എന്താ പറയുക, ഈ കോക്കസിൻ്റെ ഉള്ളിലൊന്നും പെടാതെ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കുന്നത് ഒരാൾക്ക് മുമ്പിലും മെരുങ്ങുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയല്ല സുരേഷ് ഗോപി. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ അദ്ദേഹം BJP പ്രവർത്തകന്മാരോട് വളരെ സൗഹൃദപരമായി മിങ്കിൾ ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജില്ലാ ഘടകത്തിന് ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് പരാതിയില്ല. കാരണം കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ വഴി എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ജില്ലകളിൽ പോകുന്ന സമയത്ത് പാർട്ടി ജില്ലാ ഘടകത്തിനെ അറിയിക്കണമെന്നാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ജില്ലാ ഘടകങ്ങൾ ആവശ്യപ്പെടുന്ന പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ നടക്കുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ പാർട്ടിയുടെ അഭിപ്രായം തേടുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അങ്ങനത്തെ പരാതിയൊന്നും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഘടകങ്ങൾക്കൊന്നുമില്ല. പിന്നെ ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് ഉണ്ടായേക്കാം, അത് പിന്നെ അവരെന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ കേൾക്കുന്നില്ല, പറയുന്നില്ല, അങ്ങനെ ഉണ്ട്. അത് പക്ഷേ ജനറലല്ല, അങ്ങനത്തെ പരാതി ഇപ്പോഴില്ല. കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കാത്ത പാർട്ടിയായിരുന്നിട്ട് പോലും എല്ലാ ഘട്ടത്തിലും BJP തുടർച്ചയായിട്ട് സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ, കോഴ ആരോപണങ്ങളിൽ പെടാറുണ്ട്. ഇപ്പം കുമ്മനുള്ള സമയത്ത് മെഡിക്കൽ കോഴ, നേരത്തെ മറ്റേ പെട്രോൾ പമ്പ് അഴിമതി, ഏറ്റവും ഒടുവിൽ കൊടകര കുഴൽപ്പണക്കോഴ എന്നുള്ളത്. കൊടകരയുടെ കാര്യത്തിൽ അത് ഒരു നിലയ്ക്കും കൃത്യതയുള്ളൊരു വിശദീകരണമോ മറുപടിയോ BJPയുടെ നേതൃതലത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സാധനം അണികൾ പോലും പരസ്യമായിട്ട് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത് ഈ സാഹചര്യത്തെ? ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമല്ലേ. നിങ്ങൾ ആദ്യം മുതൽ മെഡിക്കൽ കോഴ എനിക്കെതിരായിട്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ എൻ്റെ നിലപാട് പറഞ്ഞതാണ്, അന്വേഷിച്ചോളാനും കൂടി പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റാണല്ലോ അന്വേഷിച്ചത്, ഒന്നുമില്ലല്ലോ. ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ പോലും അവർക്കൊന്നും പറയാൻ, ചില ആളുകൾ പറഞ്ഞല്ലോ, അവർക്ക് പോലും ഒന്നും പറയാനില്ലല്ലോ. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പിന്നെ ആളുകൾ പറഞ്ഞുകൊണ്ട് അത് യാതൊരു വസ്തുതയില്ല. പെട്രോൾ പമ്പ് അഴിമതി എന്താ കേരളത്തിൽ അഴിമതി? പെട്രോൾ പമ്പ് അനുവദിക്കപ്പെട്ടു. പെട്രോൾ പമ്പ് അന്ന് ഇന്നത്തെ രീതിയും അന്നത്തെ രീതിയും വ്യത്യാസമുണ്ടായിരുന്നു. അന്ന് പെട്രോൾ പമ്പ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഒരു കമ്മിറ്റിയാണ് അനുവദിക്കാറ്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ അനുവദിക്കുന്നത്. അന്നൊരു കമ്മിറ്റിയായിരുന്നു. അതായത് ഒരു റിട്ടയേർഡ് ജഡ്ജി, പെട്രോളിയം കമ്പനിയുടെ ചില പ്രതിനിധികൾ, മന്ത്രാലയത്തിലെ പ്രതിനിധികൾ, ഒരു കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റി പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ കോഴ മേടിക്കുന്നതിന് ആരോപണം. പക്ഷേ ആരും എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് BJPയുടെ കമ്മിറ്റി ഒന്നുമില്ല. അതിൽ 2 ഉദ്യോഗസ്ഥന്മാരാണ്. പിന്നെ അവൾ ഒരു ജഡ്ജിയാണ്. അയാൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും യാതൊരു പ്രൂവബിളായിട്ടുള്ള ആളുകളല്ല. അങ്ങനെ കേരളത്തിൽ BJPക്കാർക്ക് 1-2 BJPക്കാർക്കാണ് കേരളത്തിൽ ആകെ പമ്പ് കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ BJPയുടെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പമ്പ് മേടിച്ചുകൊണ്ടിരുന്നു. കാരണം അത് ഇൻ്റർവ്യൂ ഉണ്ട്, ആ ബോർഡിന് മുന്നിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം, ഒരുപാട് ടെക്നിക്കാലിറ്റി ഉണ്ട്. ഇപ്പോൾ തീരെ നടക്കില്ല. ഇപ്പോൾ കൃത്യമായി നറുക്കെടുപ്പാണ്, ജില്ലാ കളക്ടർ നേതൃത്വ നറുക്കെടുപ്പാണ്. പെട്രോൾ പമ്പ് അഴിമതി എന്നുള്ളത് പോയി. പിന്നെ നിങ്ങൾ പറഞ്ഞ കൊടകരയെ സംബന്ധിച്ച് എന്താണ് കൊടകരയുടെ അഴിമതി എന്നാണ് ഞങ്ങളിപ്പോഴും ചോദിക്കുന്നത്. കൊടകരയിൽ ആ പണം BJPക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഏത് അന്വേഷണത്തോടാണ് ഞങ്ങൾ സഹകരിക്കുന്നത്? എല്ലാ നേതാക്കന്മാരും മണിക്കൂറുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ ഒരാളും ഹാജരാകില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഹാജരായി, തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ അവർ ചോദിച്ചല്ലോ. എന്തെങ്കിലും എലിമെൻസ് ഉണ്ടെങ്കിൽ ഇനിയും അവർക്ക് അന്വേഷിക്കാം. ഞങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷിച്ചോട്ടെ. അതൊരു കവർച്ച കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അത് ആ പണത്തിൻ്റെ സോഴ്സ് അയാൾ തന്നെ കോടതി പറഞ്ഞു. ഇനി അത് പോലീസിന് വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ BJPയുടെ പണം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ അക്കൗണ്ട് ത്രൂ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിനെക്കുറിച്ച് വിവരമില്ല. BJP അക്കൗണ്ട് ത്രൂ അല്ലാതെ ഒരു പണവും കൈകാര്യം, നിങ്ങൾ ഒന്ന് വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ മതി. ഞങ്ങളുടെ വാർഷിക ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ബില്ലും വൗച്ചറും ഇല്ലാതെ, അക്കൗണ്ട് ത്രൂ അല്ലാതെ ഒരു പൈസയും ഞങ്ങൾ കൈകാര്യം ചെയ്യാറില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ ചിലവിനും GST ബില്ല് കൊടുക്കുന്നവരാണ്. ഇലക്ഷൻ കമ്മീഷൻ, ഇപ്പോൾ ബാക്കി എല്ലാ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷന് മാത്രമേ GST കൊടുക്കും. ഞങ്ങൾ പാർട്ടി അക്കൗണ്ടിലേക്കും GST ബില്ല് കൊടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് 3 ലെവൽ ഓഡിറ്റിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് ഒന്ന് പാർട്ടിയുടെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് 2 പ്രൊഫഷണൽ ഏജൻസിയുടെ ഓഡിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽ ഏജൻസി എന്ന് പറയുന്ന ചിലർ നിസ്സാരക്കാരെന്നല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ
മൾട്ടിനാഷണൽ കമ്പനികൾ ഓഡിറ്റിംഗ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ടുള്ള ഒരു തരത്തിലും ചെറിയൊരു പാകപ്പിഴവ് പോലും കോംപ്രമൈസ് ചെയ്യാതെ വലിയ കമ്പനികളാണ് BJPയുടെ ഓഡിറ്റിംഗ് കമ്പനി. അങ്ങനെ 3 ലെവൽ ഓഡിറ്റിങ്ങിലൂടെ പോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ സാമ്പത്തിക ക്രമങ്ങളും BJPക്കകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഞങ്ങൾ 20,000 രൂപയ്ക്ക് മേലെയുള്ള തുക അത് അക്കൗണ്ടിലൂടെയേ മേടിക്കാവൂ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അത് എവിടെയെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും റെസീറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇല്ല പിന്നെ റെസീറ്റ് കൊടുക്കാതെ പിരിക്കണം. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പാർട്ടി റെസീറ്റ് കൊടുത്ത് പിരിക്കുകയാണെങ്കിൽ ആ റെസീറ്റിൽ 20,000 രൂപയ്ക്ക് മേലെ 25,000 രൂപ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷായിട്ട് മേടിക്കാൻ സാധിക്കത്തില്ല. അതിൽ അക്കൗണ്ടായിട്ടേ മേടിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ സാമ്പത്തിക സുതാര്യതകൾ പരമാവധി സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഇങ്ങനെ ആരോപണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ BJPയുടെ ഒരു മിഷണറിക്കകത്ത് ഈ കൊടകര പ്രശ്നം ഒരു വിഷയമേ അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ പുറത്തുള്ള ആളുകൾ പറയുമായിരിക്കും, അതൊക്കെ അത് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊള്ളാൻ വേണ്ടി പറഞ്ഞത്. BJPയുടെ പാർട്ടി പ്രവർത്തകന്മാരായിട്ടുള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ എങ്ങനെയാണ് BJPയുടെ സാമ്പത്തിക വിനിമയം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളിങ്ങനെ ഇങ്ങനെയുള്ള പണം ചെലവഴിക്കപ്പെടുന്ന ഒരു പാർട്ടിയല്ല. പിന്നെ ആരോപണം വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് അന്വേഷിക്കണം എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കാം. ഇനി അതല്ല കേന്ദ്രം അന്വേഷിക്കണോ, ഒരു കേന്ദ്രം അന്വേഷിപ്പിച്ചോട്ടെ. BJP ഒരു ഘട്ടത്തിലും കേന്ദ്രം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവർക്ക് പോയാലോ. ഞാൻ ചോദിച്ചു, കൊടകരയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഇവരെന്താ കോടതിയിൽ പോകാത്തത്? ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇവരുടെ വലിയ ഒരു പരാതി, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരാതി സംസ്ഥാന സർക്കാർ അന്വേഷിച്ചിട്ട് അവരുടെ കയ്യിൽ ഒന്നും കിട്ടിയില്ല, അവർ അവസാനിപ്പിച്ചു. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ധാരണയുടെ പുറത്താണ്. ശരി, ധാരണ പുറത്താണ് ആരന്വേഷിക്കണം? സ്വതന്ത്രമായി അന്വേഷിക്കും. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. ഇവർ കോടതിയിൽ പോകണം. പ്രതിപക്ഷത്തിന് പോകാമല്ലോ. ഒരു കോടതിയുടെ ഇൻ്റർഫിയറൻസ് വേണം, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്താ പ്രതിപക്ഷം കോടതിയിൽ പോകാത്തത്? പോയാൽ അന്വേഷിക്കട്ടെ. ഞങ്ങൾക്കതിന് യാതൊരു വേവലാതിയുമില്ല. കാരണം അതിൽ ഏത് അന്വേഷണം വന്നാലും BJPക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ ആരോപണത്തിൻ്റെ പുകപറയിൽ നിർത്താം. അത് പല ആരോപണങ്ങളുടെ പുക നിർത്തുന്നു. അത് എത്ര കാലം? നിങ്ങൾക്ക് കുറച്ചു കാലം സത്യത്തെ മൂടി വെക്കാൻ സാധിക്കും, ദീർഘകാലത്തേക്ക് ഒരു സത്യത്തെയും മൂടി വെക്കാൻ സാധിക്കില്ല. അപ്പം അതാണ് ഇവരെ ഓരോ ആരോപണങ്ങളും പൊള്ളയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ KG മാരാർ മുതൽ K സുരേന്ദ്രൻ വരെയുള്ള പല സ്വഭാവമുള്ള പല തരത്തിലുള്ള പല രാഷ്ട്രീയ വീക്ഷണമുള്ള നേതാക്കൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ സമീപനം വീക്ഷണമല്ല. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് വാജ്പേയി, LK അദ്വാനി, ദേശീയ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ നരേന്ദ്രമോദി വരെ. നരേന്ദ്രമോദിയാണ് ഒരു ദേശീയ തലത്തിൽ ഭരണത്തുടർച്ച BJPക്ക് സമ്മാനിച്ചൊരു നേതാവ്. എന്താണ് വ്യക്തിപരമായിട്ടും ഒരു സംഘടനയുടെ സുപ്രധാന ചുമതലയിൽ നിന്ന് എന്താണ് നരേന്ദ്രമോദി എന്നുള്ളതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? നരേന്ദ്രമോദി നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രം കാണാൻ പറ്റുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു വിഷയത്തോട് അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി, കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ അതിനു വേണ്ടി കൊടുക്കുന്ന സമയം, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് വേറെ ആരും കൊടുക്കാത്തതാണ്. അതുകൊണ്ടാണ് എതിരാളികളായിട്ടുള്ള ആളുകൾ പോലും അത് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. ഇപ്പോൾ 100% സംഘാടകനാണ് അദ്ദേഹം. ഇപ്പോഴും പാർട്ടിയുടെ മീറ്റിങ്ങിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഇരിക്കും. അങ്ങനെ കാരണം പാർട്ടി ആക്ടിവിറ്റീസൊക്കെ വേറെ കഴിയും, അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പക്ഷേ ദേശീയ നേതൃയോഗം നടക്കുമ്പോൾ 2 ദിവസം യോഗമാണെങ്കിൽ 2 ദിവസം പൂർണ്ണമായിട്ട് അദ്ദേഹം യോഗത്തിലുണ്ടാവും. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പോകുന്നതിനിടയിൽ 100% പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ അദ്ദേഹം. പാർട്ടിയുടെ ഒരു പരിപാടിയും അദ്ദേഹം മിസ് ചെയ്യാറില്ല. അപ്പോൾ അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു പരിപാടിയും ഇത് മിസ് ചെയ്യാറില്ല. ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് ഒരു ദിവസത്തെ വിശ്രമം പോലും അദ്ദേഹം എടുക്കുന്നില്ലല്ലോ. കാരണം അദ്ദേഹത്തെക്കുറിച്ച് എതിരാളികൾ പോലും പറയുന്നതാണ്, ഈ കഴിഞ്ഞ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു, 11ാമത്തെ വർഷമാണ്. ഈ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രി ഒരു ലീവ് എടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? എല്ലാ പ്രധാനമന്ത്രിമാരെയും അദ്ദേഹം അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ പ്രധാനമന്ത്രിമാരും കണ്ടെത്താറുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയത് കണ്ടിട്ടുണ്ടോ? ഇല്ല.
അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും എഴുതിയെടുക്കാത്ത നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഒന്ന്, അദ്ദേഹത്തിന് വ്യക്തിപരമായ ആവശ്യങ്ങളില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയ ചായൽ സർക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ആ പൈസയൊക്കെ സാധാരണ വേറൊരു ഫണ്ടാണ്. ആ ഫണ്ടിൽ നിന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്ററുടെ വിരുന്ന് സൽക്കാരത്തിൻ്റെ ചിലവിന് കൊടുക്കാനുള്ള ഫണ്ടുണ്ട്. പ്രാവശ്യം വിവരാവകാശ പ്രകാരം ചോദിച്ച സമയത്ത് കിട്ടിയ മറുപടി വെച്ചാൽ ആ പണം ഉപയോഗിക്കാറില്ല, അദ്ദേഹത്തിൻ്റെ ശമ്പളത്താണത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ചായ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നാണ് ആ എക്സ്പെൻസ് പോകുന്നത്. അങ്ങനെ ഏത് പ്രധാനമന്ത്രി ഉണ്ട്? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു തരത്തിലും ഐഡിയോളജിയോട് കോംപ്രമൈസ് ഇല്ലല്ലോ, എന്തൊക്കെ സാഹചര്യങ്ങളും. അതുകൊണ്ടല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷം BJP എത്രയോ വർഷങ്ങളായി പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയുള്ള 10 വർഷത്തിലെ 320 വകുപ്പ് എടുത്ത് കളഞ്ഞു. വലിയ വാദങ്ങളും വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം മോഡി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റാണ്. നാളെ വരാനിരിക്കുന്ന ഈ പൊതു സിവിൽ നിയമം, അത് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റാണ്. അതിനോടൊന്നും ഒരു കോംപ്രമൈസും, അതായത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യുന്നുള്ള നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു നമുക്ക് ആശയത്തോട് വിയോജിപ്പുണ്ടാക്കാം, പക്ഷേ നരേന്ദ്രമോദി സ്വീകരിക്കുന്ന ആശയം, ആ ആശയത്തോട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അതിനോടുള്ള സിൻസിയറിറ്റി, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന പരിശ്രമം, ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജയിക്കുന്നത്. ജനത്തിന് നരേന്ദ്രമോദി ഇഷ്ടമാണ്, നരേന്ദ്രമോദിയുടെ സ്റ്റൈൽ ഇഷ്ടമാണ്. മോഡി എല്ലാവരുടെയും എല്ലാ വീട്ടിലും, നിങ്ങൾ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ മതി, ചെറിയ കുട്ടികൾ, നമ്മുടെ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കുമ്പോൾ അവർ മോഡി അപ്പൂപ്പനെ അറിയാത്തവരാരായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം BJPക്ക് ഉണ്ട്. നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഇത് രാജ്യത്തെ എല്ലായിടത്തും BJPക്ക് പ്രയോജനമാണ്. ഇപ്പോൾ മോഡി നേരിട്ട് പോയില്ലെങ്കിലും മോഡി പ്രഭാവം ഇപ്പോൾ എല്ലായിടത്തുണ്ട്. ഒരുപക്ഷേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദി ഏറ്റവും കുറച്ച് പ്രചരണം നടത്തിയ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ സംസ്ഥാനം. പക്ഷേ അദ്ദേഹം പോവാഞ്ഞിട്ടും ആ പ്രഭാവം അവിടെയുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. അത് വളരെ അപൂർവമായിട്ട് ആൾക്കാർക്കുള്ളതാണ്. ആ ഒരു കരിഷ്മ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ കാലഘട്ടങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരു കരിഷ്മയുള്ള നേതാവ് ഉണ്ടായിട്ടില്ല. അത് നരേന്ദ്രമോദി തന്നെയാണ്. അതിൻ്റെ ഒരു ഗുണം സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും BJPക്ക് ഉണ്ട്. അത് ഞങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതാണ് എൻ്റെ കാര്യം. അവസാനത്തെ ചോദ്യം, സുരേഷ് ഗോപിയുടെ ഒരു അഭൂതപൂർവമായ വിജയം, അതുണ്ടാക്കിയ ഒരു ആത്മവിശ്വാസവും ആവേശവും, ഇപ്പുറത്ത് പാലക്കാട് പോയ ഒരു പ്രതീക്ഷിച്ച സീറ്റ് നഷ്ടപ്പെട്ടതിലുള്ള അതിൻ്റെ ഒരു നിരാശ ഉണ്ട്. അതേസമയം തന്നെ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് വർധനവുണ്ട്. ഇതൊക്കെ ഏത് തരത്തിലുള്ള ഇന്ധനമാവും? എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുമ്പിലുള്ളൊരു ടാർഗറ്റ്? ഞങ്ങളുടെ മുമ്പിലുള്ളത് 2025 ലോക്കൽ ബോഡി ഇലക്ഷനാണ്. കേരളത്തിൽ BJP ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 20% വോട്ട് കിട്ടിയിട്ടു. ഞങ്ങൾക്കൊരു സീറ്റ് ജയിച്ചു. 11 അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ രണ്ടാമതെത്തി. 11 അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ ഒന്നാമതെത്തി, 8 സ്ഥലത്ത് രണ്ടാമതെത്തി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയാണ് വലിയ ലീഡ് ചെയ്യുന്ന പാർട്ടി. 10-40ഓളം മുനിസിപ്പാലിറ്റികളിൽ BJPക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്. 100-200ഓളം പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഈ അസ്വസ്ഥയും കാര്യങ്ങളുണ്ടാകും. അത് മാറിക്കഴിഞ്ഞാൽ അതൊരു ഈ ആളുകൾ പനിച്ചെഴുന്നേക്കും പോലെയാണ്. നമുക്കൊരു പനി പിടിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തെ ഒരു അസ്വസ്ഥ ഉണ്ടാകും. 3-4 ദിവസം ഇതിപ്പോൾ ഈ പൊട്ടലും ജില്ലയിലൊക്കെ 3-4 ദിവസം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ ഉപരിപ്ലവമായിട്ടല്ലല്ലോ പറയുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് പാലക്കാട്ടെ പ്രവർത്തകന്മാരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയും കാര്യങ്ങൾ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം BJP പ്രവർത്തകന്മാർ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്ന വിമർശനങ്ങളോട് ഒരുപക്ഷെ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകും. ആ പ്രതികരണമൊക്കെ ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യുമെന്ന് തോന്നൽ ഘട്ടത്തിന് സമയത്ത് സ്വിച്ച് ഇട്ടതുപോലെ അത് നിർത്തും. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ വിലയിരുത്തി ഞങ്ങൾ 2025 ടാർഗറ്റുമായി മുമ്പോട്ട് പോവുകയാണ്.
2025 വിജയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് 2026 വിജയം. നിയമസഭയിൽ അപ്പോൾ 2025 ഒരു സെമി ഫൈനലാണ്, 2026 ഫൈനലാണ്. അപ്പോൾ സെമി ഫൈനൽ ജയിക്കണം എന്നുള്ളത്, സെമി ഫൈനൽ ജയിച്ചാലേ ഫൈനലിലേക്ക് ഞങ്ങൾക്ക് യോഗ്യത ഉണ്ടാകും. സെമി ഫൈനൽ ജയിക്കാനുള്ള പരിശ്രമമാണ്, ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. കേരളത്തിൽ ഞാനീ പറഞ്ഞ ഇത്രയും സ്ഥലങ്ങളൊക്കെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള നല്ല കോൺഫിഡൻസ് എന്നെ സംബന്ധിച്ചുള്ള എനിക്കുണ്ട്. കാരണം അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ ഒരു ഓർഗനൈസേഷൻ മിഷനറി കൂടി സജ്ജമാക്കിയാൽ തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും. താങ്ക് യു. സന്തോഷം.